പുതിയ വീട് എടുക്കുമ്പോൾ ടി.വി. യൂണിറ്റിൻ്റെ സിസ്റ്റം എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻ എന്ത് രീതിയിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ LED TV-കളാകുമ്പോൾ വാൾ ഹാങ്ങിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വയറൊന്നും കാണാത്ത രീതിയിൽ ഭംഗിയായിട്ട് വയർ ചെയ്യുക എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങളൊരു പുതിയ വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയോ ഡിസൈനോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു LED TV ബോക്സിന് വേണ്ടി വയർ ചെയ്യുന്നത് എങ്ങനെ. ഇപ്പോഴത്തെ മിക്ക ടിവിയും വളരെ വലുതായതുകൊണ്ട് തന്നെ ടിവിയുടെ ബ്ലാക്കിൽ പ്ലഗും സ്വിച്ചും വെച്ച് കഴിഞ്ഞാൽ ഓൺ ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ടിവിയുടെ പ്ലഗ് മാത്രം ടിവിയുടെ ബാക്കിൽ കൊടുക്കുക, അതിൻ്റെ സ്വിച്ച് കുറച്ച് മാറി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതേപോലെ തന്നെ ടിവിയുടെ ഹൈറ്റ് നമ്മളിപ്പോൾ ഒരു 120 സെൻറ്റിമീറ്റർ പ്ലഗ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ TV സെറ്റപ്പ് ബോക്സും മറ്റുമൊക്കെ ടിവിയുടെ തൊട്ട് താഴെ ഒരു 30 60 എത്രയാണ് ബോക്സ് ഡിസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് വേണം പ്ലഗ് പോയിന്റ് കൊടുക്കാൻ. അവിടെ നിന്ന് താഴത്തേക്ക് ഡാറ്റ കേബിൾ കൊണ്ടുവരാൻ വേണ്ടി ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചിൻ്റെയോ പൈപ്പ് വെച്ച് താഴത്തേക്ക് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് HDMI കേബിളും മറ്റും താഴത്ത് ഈ പൈപ്പിലൂടെ തന്നെ കൊണ്ടുവരാം. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടും കേബിൾ ഒന്നും കാണാത്ത രീതിയിലും വയ്ക്കുന്ന രീതി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. അതേപോലെ ഇടിമിന്നലും മറ്റും വരുമ്പോൾ പ്ലഗുകൾ ഊരിയിടുന്ന പ്രവണത. മെയിനായിട്ട് ടിവിയുടെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും ടിവിയുടെ ന്യൂട്രൽ ലൈനിലൂടെ വല്ല വോൾട്ടേജ് സർജസോ മറ്റും വന്ന് ടിവിക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പണ്ട് മുതലേ വയറുകൾ ഊരിയിടുന്നത്. ഇപ്പോൾ SPD മറ്റും വെക്കുന്ന വീട്ടിൽ ഇത് ഊരിയിടേണ്ട ആവശ്യമില്ല. എന്നാലും SPD ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സർജോ മറ്റോ വന്നാൽ തന്നെ നമ്മൾ ടിവിയിലേക്ക് ബാധിക്കാതിരിക്കാൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡബിൾ പോൾ സ്വിച്ച് ടിവിയുടെ യൂണിറ്റിന്റെ സൈഡിൽ വെക്കുക. TV യൂണിറ്റിലേക്കുള്ള പവറും അതേപോലെ തന്നെ എക്സ്ട്രാ വെക്കുന്ന ബോക്സുകൾ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഫയർ സ്റ്റിക്ക് പോലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷൻ പോലുള്ള ഉപകരണങ്ങൾക്കൊക്കെ ഈ സോക്കറ്റുകളിൽ തന്നെ കൊടുത്ത് ഇതിന്റെ കോമൺ ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് നമുക്ക് പ്ലഗ് എടുക്കാവുന്നതാണ്. ഈ പ്ലഗ് എല്ലാം ഡബിൾ പോൾ സ്വിച്ച് വെച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ സർജസോ ന്യൂട്രലിലൂടെ വന്നാലും അത് ടിവിയോ അല്ല മറ്റ് വില കൂടിയ എക്യുപ്മെൻറ്റിനെ ബാധിക്കാതിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഇത്തരം ഡബിൾ പോൾ സ്വിച്ചും ഒരു 2 2.5 ഇഞ്ചിൻ്റെയോ PVC പൈപ്പ് വിട്ട് ഡാറ്റ കേബിൾസ് ഒക്കെ കൊണ്ടുപോകാനുള്ളത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ TV ശരിക്കും ഫ്ലോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് ഈ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഉത്തരം നൽകാൻ ശ്രമിക്കുന്നതാണ്. ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളും നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ് ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിന്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിന്റെ ലേഔട്ടും DB ഡിസൈൻസും അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസ് ആകും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കും. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിന്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB SPD ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും കൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും മാറി വരുന്ന ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.